അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ സുവിശേഷം സക്കറിയായോടുള്ള അറിയിപ്പിൻ്റെ ഞായർ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വചനഭാഗങ്ങൾ. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ 2 വാക്കുകൾ എൻ്റെ മനസ്സിലുടക്കി. 1 പ്രാർത്ഥന, 2 നിശബ്ദത. 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: സക്കറിയ, ഭയപ്പെടേണ്ട, കാരണം നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. 2-ാമത്തേതാണ് നിശബ്ദത. പരിഷ്കരിച്ച നമ്മുടെ ബൈബിളിൽ പ്രാർത്ഥനയിൽ സംശയിച്ച സക്കറിയായോട് ദൂതൻ പറയുന്നു, ഇതാ, ഇവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കാൻ കഴിവില്ലാത്തവനും ആയിരിക്കും. നിശബ്ദതയും പ്രാർത്ഥനയും തമ്മിൽ എന്തോ ഒരു വലിയ ആഴമുള്ള ബന്ധമുള്ളതുപോലെ ദൂതൻ സംസാരിക്കുന്നതായി കാണുന്നു. ഈ സുവിശേഷ കർത്താവ് വിശുദ്ധ ലൂക്കോസ്, അദ്ദേഹം വിജാതിയർക്ക് വേണ്ടി സുവിശേഷം എഴുതി എന്ന് കരുതപ്പെടുന്നു. ഈ സുവിശേഷ ഭാഗത്ത് സക്കറിയായെയും എലിസബത്തിനെയും പരിചയപ്പെടുത്തുന്നത് അവരുടെ ഒരു പുരോഹിത ഗണത്തിലുള്ള കുടുംബ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഈ വിശുദ്ധ ലൂക്കോസ് പരിശുദ്ധ മറിയത്തെ പരിചയപ്പെടുത്തുന്നത് ഒരു കുടുംബ പശ്ചാത്തലവും പറയാതെയാണ്. ദൈവം കുടുംബ പശ്ചാത്തലം നോക്കിയല്ല പ്രാർത്ഥന കേൾക്കുന്നത് എന്നൊരു ധ്വനി ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും കർത്താവ് പല സമയത്ത് തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറയുന്നതായി നാം കേട്ടിട്ടുണ്ട്: നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളുമായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന്. വർഷങ്ങളായുള്ള സക്കറിയയുടെ പ്രാർത്ഥനയാണ് ദൂതൻ കാലത്തികവിൽ ഉത്തരവുമായി കടന്നു വന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം പണ്ട് തന്നെ സക്കറിയായെയും എലിശുബായെയും തിരഞ്ഞെടുത്തിരുന്നത് കൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാഞ്ഞതെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം മിശിഹായുടെ പരസ്യ ജീവിതത്തിന് ഒരു സ്നാപകൻ ആവശ്യമായിരുന്നു. ആ സ്നാപകൻ ഈ കുടുംബത്തിൽ നിന്ന് വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതവുമായിരുന്നു. ദൈവം തക്ക സമയത്ത് തരും എന്ന ആ ഒരു വിശ്വാസം അല്പം കൂടെ സക്കറിയ ഉറപ്പിക്കേണ്ടതായിരുന്നു എന്ന് ദൂതൻ സക്കറിയായെ ഓർമ്മിപ്പിക്കുന്നു. സക്കറിയായ്ക്ക് ദൈവിക വെളിപാടുകളുടെ ആഴം കുറഞ്ഞതുപോലെ ദൂതന് തോന്നിയിരിക്കാം. അതാണ് ദൂതൻ സക്കറിയായെ നിശബ്ദനാക്കി. ആ നിശബ്ദത ശാപമായിരുന്നില്ല, മറിച്ച് അതൊരു വലിയ ധ്യാനമായിരുന്നു. വിശുദ്ധ മദർ തെരേസ ഇങ്ങനെ എഴുതി വെച്ചു: നിശബ്ദതയുടെ ഫലം പ്രാർത്ഥന, പ്രാർത്ഥനയുടെ ഫലം വിശ്വാസം, വിശ്വാസത്തിൻ്റെ ഫലം സ്നേഹം, സ്നേഹത്തിൻ്റെ ഫലം സേവനം, സേവനത്തിൻ്റെ ഫലം സമാധാനം. നിശബ്ദതയിൽ നിന്ന് രൂപപ്പെടുന്ന പ്രാർത്ഥനയുടെ ആഴം വലുതാണെന്നൊരു ചിന്ത ദൂതൻ നമ്മെ ഈ വചനഭാഗത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ബഹളങ്ങളുടെ ഒരു ലോകത്ത് അല്പസമയം വെറുതെ ഇരുന്നാൽ റീൽസിൻ്റെ ലോകത്തിലേക്ക് തിരിയുന്ന തലമുറയിൽ പ്രാർത്ഥനയിൽ ബലം കുറഞ്ഞവരെല്ലാം നിശബ്ദതയിലേക്ക് മടങ്ങാൻ ദൂതൻ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ബൈബിൾ പറയും പോലെ നമുക്ക് പാഠമാകേണ്ടതിനാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. സക്കറിയാതൻ ദൂതത്തെ കൈക്കൊണ്ട കർത്താവേ, നിൻ ദാസൻ